വരൂ. ഇരിക്കു സാറേ, ഇരിക്കു പറ. ഞാൻ ആദ്യമായിട്ടാ ഇവിടെ വരുന്നത്. കുടിക്കാൻ എടുക്കട്ടെ എന്ന് എന്താ ചോദിക്കാത്തെ? ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. എനിക്കൊരു കോഫി. പാർവതിക്കോ? അയ്യോ, എനിക്കൊന്നും വേണ്ട. പാർവതിക്ക് ഒരു കോഫി. ഇപ്പൊ കൊണ്ടുവരാം. നിങ്ങൾ സംസാരിച്ചിരിക്കെ. വാ മോളെ. പ്രിയനെ കാണാൻ കഴിയാത്തതിന്റെ സങ്കടത്തിൽ കരഞ്ഞോണ്ടിരുന്ന ആൾക്ക് പ്രിയനെ നേരിട്ട് കണ്ടപ്പോ മിണ്ടാട്ടോ ഇല്ലല്ലോ. പ്രിയനോട് നിനക്കൊന്നും ചോദിക്കാനില്ലേ പാർവതി? ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയൊക്കെ കുറഞ്ഞോ? ഒരു തൈലം കിട്ടി, അത് തേച്ചതുകൊണ്ട് വേദനയ്ക്ക് നല്ല കുറവുണ്ട്. തൈലോ? എന്ത് തൈലം? അത് വേദന സംഹാരി എന്ന അതിന്റെ പേര്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ എത്തിച്ചെന്നതാ. ഓ അങ്ങനെ. രാത്രി ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചിട്ട് അതും നടന്നില്ല. പാറു വിളിച്ചിരുന്നെന്ന് ദർശന ഇപ്പോഴാ പറഞ്ഞത്. എനിക്കൊന്നുമില്ല പാറു, ഞാനിപ്പോ ഓക്കെ. നാളെ മുതൽ ഗാർമെന്റ്സിൽ വരും. ഇതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും. താങ്ക് യു. എടുക്കു പാർവതി. നല്ല കോഫി. നല്ല പാർവതി. പാർവതിയുടെ മുഖമൊന്നും തെളിഞ്ഞു കണ്ടു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിക്കോട്ടെ പ്രിയൻ ചേട്ടാ. അമ്മേ. ശരി. പാർവതി, എന്താ കൈലാസ്? മണിക്കൂറുകളോളം ചുമന്നു നടന്നൊരു ഭാരം തലേന്ന് ഒഴിഞ്ഞു പോയതുപോലൊരു സമാധാനമുണ്ട് പാർവതിയുടെ മനസ്സിലിപ്പോ. അത് പാർവതിയുടെ മുഖം കണ്ടാലറിയാം. കൈലാസ് സാർ പറഞ്ഞ സത്യം. ഇന്നലെ എനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. നേരം വെളുപ്പിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. കൈലാസ് സാർ പറഞ്ഞതുപോലെ ഇപ്പൊ എന്റെ മനസ്സിന് നല്ല സമാധാനമുണ്ട്. പ്രിയൻചേട്ടനെ കാണാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രല്ല, ആ അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്ന ദേഷ്യം കുറെ കുറഞ്ഞില്ലേ. കൈലാഷ് സാറിനോട് ഞാൻ ഒരുപാട് നന്ദി പറയണം. എന്നോട് നന്ദിയൊന്നും പറയണ്ട. ഞാനീ ചെയ്തതൊന്നും പാർവതിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി തന്നെയാ. സാറിന് വേണ്ടിയോ? പാർവതി സങ്കടപ്പെട്ടിരിക്കുന്നതോ കരയുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് സന്തോഷം തോന്നണമെങ്കിൽ പാർവതി ഹാപ്പി ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ പാർവതിയെ ഹാപ്പിയാക്കി. മനസ്സിലായോ? പാർവതിക്ക് എന്താ മനസ്സിലായത്? കൈലാഷ് സാറിന് എന്നെ ഇഷ്ടമാണെന്ന്. എനിക്ക് പാർവതി ഇഷ്ടമാണ്. പാവപ്പെട്ടൊരു പെൺകുട്ടിയോട് ഞാൻ കാണിക്കുന്ന സഹതാപം എന്ന അർത്ഥത്തില പാർവതി ഈ ഇഷ്ടം എന്ന വാക്ക് ഉപയോഗിച്ചത്. എന്റെ ഇഷ്ടത്തിന് പ്രണയം എന്നാണ് അർത്ഥമെന്ന് പാർവതി മനസ്സിലാക്കണം. എന്റെ മനസ്സിലുള്ളത് ഇവളോട് തുറന്നു പറയാൻ ഇത് തന്നെ പറ്റിയ സമയം. കൈലാഷ് സാർ എന്താ ആലോചിക്കുന്നേ? എനിക്ക് പാർവതിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ സർ? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എന്നോട് പറയാൻ എന്തിനാ സർ ഇത്രയും വലിയ മുഖവര? അത് ശരിയാ, പാർവതിയോടല്ലേ പറയുന്നേ. കുറെ ദിവസങ്ങളായി പല കാരണങ്ങൾ കൊണ്ടും പറയാൻ കഴിയാതിരുന്നല്ലേ. അതുകൊണ്ട് തന്നെ ഒരു മുഖവരയുടെ ആവശ്യമൊന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയാം.
ഞാനെന്തിനാ കാർ നിർത്തി പുറത്തിറങ്ങിയെന്ന് പാർവതിക്ക് മനസ്സിലായോ? ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ നോട്ടം റോഡിലായിരിക്കും. എനിക്ക് പാർവതിയുടെ കണ്ണിലേക്ക് നോക്കി വേണം ഇത് പറയാൻ. എന്താ സർ? ഇത് പാർവതി, എനിക്ക് സാറിന് മുക്തയാണല്ലോ. മുക്തയാ, ജസ്റ്റ് എ മിനിറ്റ്. പറയും മുക്ത. കൈലാഷ് എവിടെയാ? പാർവതിയും കൊണ്ട് പ്രിയന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുക. ആണോ? കൈലാഷ് അവളോട് പ്രണയം തുറന്നു പറഞ്ഞോ? നീ അവളെ പ്രപ്പോസ് ചെയ്തോ? ഇല്ല, പ്രപ്പോസ് ചെയ്തില്ല. പതിയെ മാറ്ററിലേക്ക് വരുന്നതേ ഉള്ളൂ. ഞാനിത് അവളോട് തുറന്നു പറയാൻ പോകുമ്പോഴാ മുക്ത വിളിച്ചത്. ഭാഗ്യം. നീ അന്ന് എന്നോട് പറഞ്ഞത് മറന്നോ? പാർവതിയെ നീ പ്രപ്പോസ് ചെയ്യില്ല, പകരം അവള് നിന്നോട് പ്രണയം തുറന്നു പറയണം. ആ രീതിയിലെ കാര്യങ്ങൾ മാറ്റിമറിക്കുകയായിരുന്നില്ലേ നിന്റെ ഐഡിയ? എന്നിട്ട് നീ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാണോ? ആ പറഞ്ഞത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. പക്ഷേ അവളിപ്പോ നല്ല മൂഡില്ല, ഭയങ്കര ഹാപ്പിയാ. ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിട്ട് പറയാതിരിക്കുന്നത് മണ്ടത്തരമല്ലേ? അല്ല കൈലാഷ്, അവളോട് ഇപ്പൊ പറയുന്നതാണ് മണ്ടത്തരം. മുക്ത, നീ എന്തായി പറയുന്നേ? ഞാൻ ക്ലിയർ ആയി പറഞ്ഞുതരാം. അവളെയും കൊണ്ട് നീ പ്രിയന്റെ വീട്ടിൽ പോയതെന്തിനാ? പ്രിയനെ കാണാൻ കഴിയാത്തോണ്ട് അവള് സങ്കടപ്പെട്ടിരുന്നുണ്ട്. എന്തുകൊണ്ടാ അവൾക്ക് പ്രിയന്റെ വീട്ടിൽ പോയി അവനെ കാണാൻ കഴിയാതിരുന്നത്? അത് പ്രിയന്റെ അമ്മയ്ക്ക് അവളെ കുറിച്ച് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട്. അവളെ കുറിച്ച് അതുപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് നിന്റെ അമ്മയ്ക്കും ഇല്ലേ? മുക്ത, കിച്ചണില് സഹായിച്ചതിന് ആന്റി ശമ്പളം കൊടുത്തപ്പോ അവള് കരഞ്ഞതും നിന്നോട് പരാതി പറഞ്ഞതും ഒക്കെ നീ മറന്നിട്ടില്ലല്ലോ. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ വിഷമം ഉണ്ടാവും. നീ അവളെ പ്രപ്പോസ് ചെയ്താ ആന്റി സമ്മതിക്കില്ലെന്നോർത്ത് അവള് നോ പറയും. മുക്ത, പ്രിയന്റെ അമ്മയുടെ തെറ്റിദ്ധാരണ മാറ്റിയതുപോലെ നീ ആന്റിയുടെ തെറ്റിദ്ധാരണകളും മാറ്റണം. അതിനുശേഷം നീ പ്രപ്പോസ് ചെയ്താൽ അവള് കണ്ണുമടച്ച് ഓക്കെ പറയും. ഇപ്പൊ പ്രപ്പോസ് ചെയ്താ നിനക്ക് നിരാശപ്പെടേണ്ടി വരും. ഞാൻ പറയുന്നത് കൈലാഷിന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ നിന്റെ ലവ് സക്സസ് ആവണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ഇന്ന് നീ പ്രപ്പോസ് ചെയ്താ ഒറ്റയടിക്ക് അവള് പറ്റില്ല എന്ന് പറയും. നിനക്കത് സഹിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. അവൾക്ക് നോ പറയാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. ആന്റിക്ക് അവളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറണം. ആന്റിയുടെ തെറ്റിദ്ധാരണകൾ മാറിയെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അതിനുശേഷം പ്രപ്പോസ് ചെയ്താ അടുത്ത മുഹൂർത്തത്തിൽ അവള് നിന്റെ ഭാര്യയാകും. ഓക്കെ, നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഞാനിന്ന് അവളോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല.